നമസ്കാരം. എന്താണ് വാസ്തവം ഈ പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഫിദൂസിയ സപ്ലിക്കൻസ് 2023 ഡിസംബർ മാസം 18 തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ വത്തിക്കാനിലെ വിശ്വാസ തിരുസംഘം പുറപ്പെടുവിച്ച ഈ ഒരു ഡിക്ലറേഷൻ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും വിവാദങ്ങൾക്കുമാണ് തുടക്കമിട്ടത്. സഭയിലെ ആശീർവാദങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇറഗുലർ സിറ്റുവേഷനിലുള്ള കപ്പിൾസ്, അതിൽ തന്നെ സെയിം സെക്സ് കപ്പിൾസിന് നൽകേണ്ട ആശീർവാദവുമായി ബന്ധപ്പെട്ട് ഈ ഡിക്ലറേഷനിലെ പരാമർശങ്ങൾ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കാണ് സഭയിൽ വഴിവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പല സഭകളും പല രൂപതകളും ഒപ്പം തന്നെ പോളണ്ടിലെ കത്തോലിക്ക സഭയും ഈ നിർദ്ദേശത്തെ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. അത്തരമൊരു ബ്ലെസ്സിങ് തങ്ങളുടെ സഭയിൽ അനുവദിക്കുകയില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തു. സഭയുടെ ആധുനിക കാലഘട്ടത്തിലെ ചരിത്രത്തിലെ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഈ ഒരു ഡിക്ലറേഷൻ എന്തുകൊണ്ടാണ് ഇത്രയധികം വാദ പ്രതിവാദങ്ങൾക്ക് വഴിതെളിച്ചത്, ഇത്രയധികം വിവാദങ്ങൾക്ക് വഴിതെളിച്ചത്? അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് എന്താണ് വാസ്തവം ഈ എപ്പിസോഡിൽ ഞങ്ങൾ നടത്തുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പം ഉള്ളത് ജോജി അരുൺ. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജോജി അരുൺ, നാം പറഞ്ഞതുപോലെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ വളരെ അതിനിർണായകമായിട്ടുള്ള വളരെ പ്രാധാന്യമേറിയ അല്ലെങ്കിൽ വളരെയധികം ചർച്ചകൾക്ക് വഴി തെളിച്ചിട്ടുള്ള ഒരു ഡിക്ലറേഷനാണ് വിശ്വാസ തിരുസംഘം പുറപ്പെടുവിച്ചത് ഈ ഡിസംബർ മാസം 2023 ഡിസംബർ മാസം 18 തീയതി. അത് തന്നെ വത്തിക്കാൻ പുറപ്പെടുവിച്ച ആ ഒരു വാർത്തയിൽ കൃത്യമായി പറയുന്നുണ്ട്, 23 വർഷങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് മാസം 2000 ഇതിനു മുമ്പ് ഇത്രത്തോളം ഒരു ഡോക്ടറിനിൽ പ്രാധാന്യമുള്ള ഒരു ഡോക്യുമെന്റ് ഡൊമിനൂസ് ജീസസ് എന്ന പേരിൽ പുറത്തിറക്കിയത്. അതിനുശേഷം 23 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഇത്രത്തോളം ഒരു വിശ്വാസപരമായ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഡിക്ലറേഷൻ വത്തിക്കാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നമുക്ക് ഈ ചർച്ചയിലെ മറ്റ് ഘട്ടങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു ഡോക്യുമെന്റിനെ കുറിച്ച് വളരെ ഒരു ബ്രീഫായിട്ട് അതിനെപ്പറ്റി വളരെ ഒരു പെട്ടെന്ന് തന്നെ അതിലേക്കൊരു എത്തിനോട്ട് നമുക്ക് നടത്താമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ജോർജ് പറഞ്ഞതുപോലെ തന്നെ നീണ്ട 23 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വിശ്വാസബദ്ധമായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്റ് വത്തിക്കാനിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. വിശ്വാസബദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പഠിപ്പിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ വത്തിക്കാൻ അതീവ ജാഗ്രതയും ശ്രദ്ധയും പുലർത്താറുണ്ട്, അല്ലെങ്കിൽ അതീവ ശ്രദ്ധയോടുകൂടിയാണ് അപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോക്യുമെന്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ 2023 ഡിസംബർ 18 തീയതി ഡിക്കാസ്ട്രി ഓഫ് ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് പോപ്പിൻ്റെ അംഗീകാരത്തോടു കൂടി പ്രീഫെക്റ്റ് പുറത്തിറക്കിയ ഈ ഒരു ഡോക്യുമെൻറ്റിൽ 45 ഖണ്ഡികകളിൽ 4 തലക്കെട്ടുകളിലായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശീർവാദങ്ങളെക്കുറിച്ചുള്ള ഒരു വളരെ വിശദമായ പഠനമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ആദ്യമായിട്ട് ബ്ലെസ്സിങ്സ് ഇൻ ദ സാക്രമെന്റ് ഓഫ് മാരേജ്, അതായത് വിവാഹം എന്ന കൂദാശയിലെ ആശീർവാദം, പിന്നെ മറ്റുള്ള ആശീർവാദങ്ങൾ വെച്ചാൽ വേരിയസ് ബ്ലെസ്സിങ്സ്, മറ്റൊന്ന് ക്രമരഹിതമായ ദമ്പതിമാർക്കും അതുപോലെ തന്നെ സ്വവർഗ വിവാഹത്തിൽ ഉള്ള ആ ദമ്പതിമാർക്കുമുള്ള ബ്ലെസ്സിങ്ങിനെ കുറിച്ച്. ഏറ്റവും അവസാനമായിട്ട് ആ ഡോക്യുമെൻറ്റിൽ പറയുന്നത് അനന്ത സ്നേഹമായ ദൈവത്തിൻ്റെ കൂദാശയാണ് സഭ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ ആശീർവാദങ്ങളെക്കുറിച്ചുള്ള ഒരു വളരെ വിശദമായ പഠനവും അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ആ ഡോക്യുമെൻ്റ് ആഭിമുഖ്യത്തിൽ തന്നെ പ്രീഫെക്റ്റ് കാർഡിൽ ഇതിനെക്കുറിച്ച് വളരെ ഊന്നി പറയുന്നുണ്ട്. ഇതൊരിക്കലും സഭയുടെ ഓൾറെഡി ഉള്ള അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പഠനങ്ങൾക്കൊന്നും യാതൊരു മാറ്റവും വരുന്നില്ല. പ്രത്യേകമായിട്ട് വിവാഹം എന്ന ആ ഒരു കൂദാശയിൽ സഭ കൊടുത്തിരിക്കുന്ന പഠനങ്ങൾക്കോ അല്ല സഭയുടെ നിയമങ്ങൾക്കോ ഒന്നും യാതൊരു മാറ്റവും വരുത്തുന്നില്ല. ഞാൻ ഇടപെടുകയാണ്. അതായത് ഇപ്പം കാർഡിനൽ വിക്ടർ ഫെർണാണ്ടസ് അദ്ദേഹം ആ ഡിക്ലറേഷന് തുടക്കത്തിൽ പറഞ്ഞ ഒരു പോയിന്റ് നമുക്കൊന്ന് അത് മൊത്തത്തിലുള്ള ആ ഡിക്ലറേഷനിലേക്ക് ഒരു വെളിച്ചം വീശുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് വായിക്കാം. ഫിഡൂഷ്യ സപ്ലിക്കൻസ് begins with the introduction by the prefect Cardinal Victor Fernandez, who explains that the declaration considers the pastoral meaning of blessings, allowing a broadening and enrichment of the classical understanding through a theological reflection based on the pastoral vision of Pope Francis. അതാണ് ഒരു ഇൻട്രോഡക്ടറി ആയിട്ട് പറയുന്നത്. അപ്പൊ മൊത്തത്തിൽ ഒരു നട്ഷൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. ഈ ഒരു ഡിക്ലറേഷന്റെ ഒരു നട്ഷൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ സഭ അവിടെ ഒരു പാസ്റ്ററൽ കെയറിൽ എപ്രകാരം എല്ലാ വ്യക്തികളോടും ഈ അവരുടെ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ സ്റ്റേറ്റസ് ഏതവസ്ഥയിലാണെന്നും അവരോടെല്ലാം എപ്രകാരം ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കാൻ സാധിക്കും. കാരണം അവിടെ പറഞ്ഞ ബോർഡനിങ് ആൻഡ് എൻറിച്ച്മെൻറ്റ് ഓഫ് ദ ക്ലാസിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിഫറെൻറ്റ് ബ്ലെസ്സിങ്സ്.
അപ്പോൾ അവിടെ തികച്ചും സഭയുടെ നമ്മൾ ഒരു തലത്തിൽ നോക്കുമ്പോൾ സഭയുടെ ഉദ്ദേശശുദ്ധി വളരെ വളരെ ക്ലിയറാണ് വളരെ. എന്നാൽ വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യം, ഇതിനെ മനസ്സിലാക്കുന്നതിൽ അല്ലെങ്കിൽ ഇത് എന്നാ പറയുക ഇതിനെക്കുറിച്ചുള്ള ഒരു ആശയം മനസ്സിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ വളരെ രീതിയിലുള്ള ഒരു കൺഫ്യൂഷനൊക്കെ സാധാരണ വിശ്വാസികൾക്കും ആഗോള സഭയിൽ മൊത്തത്തിലും ഇടയായി. അതാണ് മറ്റൊരു സത്യം. ഇവിടെ ഈ ഡോക്യുമെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഡോക്യുമെന്റ് വരാനുണ്ടായിരുന്ന ഒരു പശ്ചാത്തലം അത് നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ ഈ ഡോക്യുമെന്റിനെ വെറും ഒരു ആശീർവാദങ്ങളുടെ വിവിധങ്ങളായ ഒരു ആശീർവാദങ്ങളുടെ ഒരു ഗൈഡ് ലൈൻസ് മാത്രമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുക. യഥാർത്ഥത്തിൽ ഈ ഡോക്യുമെന്റ് വരുന്നതിന്റെ കാരണം സ്വവർഗ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കപ്പിൾസിന്റെ ആശീർവാദമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ രേഖ വരുന്നത്. ഇത് വരുന്നതിനുള്ള മുൻ പശ്ചാത്തലങ്ങൾ നമുക്കറിയാം. യൂറോപ്പിലെല്ലാം സ്വവർഗ വിവാഹമെല്ലാം നിയമപരമായിട്ട് രാജ്യങ്ങളിൽ നടപ്പാക്കി. അത് യൂറോപ്പിൽ മാത്രമല്ല, ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും നിയമപരമായിട്ട് സ്വവർഗ വിവാഹങ്ങൾ നടക്കുന്നതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ലോബിയുണ്ട്. അതായത് LGBT പ്രതിനിധാനം ചെയ്യുന്ന പ്രതിദാനം ചെയ്യുന്ന ആശയങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആ ആശയങ്ങൾ ലോകം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലോബിങ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആദ്യത്തെ ലക്ഷ്യം അവർ പൂർത്തീകരിച്ചു കഴിഞ്ഞു. കാരണം രാജ്യങ്ങളിൽ അവർക്ക് അവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞു. രണ്ടാമത് ഇനി സഭയിൽ എങ്ങനെ ഈ ആശയത്തെ അല്ലെങ്കിൽ LGBT ആശയങ്ങളെ എങ്ങനെ സഭയിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നുള്ള ആ കാര്യങ്ങളിൽ അവർ പല രീതിയിലുള്ള കടന്നുകയറ്റങ്ങൾ അല്ലെങ്കിൽ സഭയിലെ പല വ്യക്തികളിലൂടെ തന്നെ ഈ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജർമ്മൻ സഭയിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് അവിടെ സ്വവർഗ വിവാഹിതരായ വ്യക്തികളെ ആശീർവദിക്കാൻ തുടങ്ങിയത്. വത്തിക്കാന്റെ നിർദ്ദേശങ്ങൾക്കൊന്നും കാത്തു നിൽക്കാതെ, വത്തിക്കാന്റെ ഒരു ക്ലാരിഫിക്കേഷനൊന്നും വെയിറ്റ് ചെയ്യാതെ ഈ കാര്യങ്ങളെല്ലാം വോട്ടിനിട്ട് തീരുമാനിച്ച് ആശീർവാദങ്ങൾ ആരംഭിച്ചു. പിന്നെ അതിൻ്റെയും തുടർ നടപടികളുടെ ഭാഗമായിട്ട് വീണ്ടും അവർ വോട്ടിനിട്ട് തീരുമാനിച്ചു. അതായത് 2026 മുതലേ ഔദ്യോഗികമായിട്ട് തന്നെ സ്വവർഗ ദമ്പതികളെ ആശീർവദിക്കാം, വിവാഹമല്ല കുദാശയല്ല, സ്വവർഗ ദമ്പതികളെ ആശീർവദിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ സഭയിലെ പ്രധാനപ്പെട്ട കർദിനാൾമാരും ആർച്ച് ബിഷപ്പുമാരുമായ ചില വ്യക്തികൾ, സാധാരണക്കാരല്ല, സഭയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നിരുന്ന ചില വ്യക്തികൾ തന്നെയാണ്, അവർ മാർപ്പാപ്പയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ദുബിയ ക്വസ്റ്റ്യൻസ് അയക്കുകയും അതിന് പിന്നീട് അവർക്ക് മറുപടി കിട്ടുകയും ആ മറുപടികളിൽ അവർക്ക് വീണ്ടും ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അവർ വീണ്ടും ലെറ്റർ അയക്കുകയും ഇങ്ങനെ ഒരു തുടർ പ്രക്രിയ നടന്നുകൊണ്ടിരുന്നു. ഇതിന്റെ പിന്നിലോട്ടൊന്ന് നോക്കുകയാണെങ്കിൽ 2021 CDF തന്നെ, അതായത് നേരത്തെ സൂചിപ്പിച്ച DDFന്റെ മുൻ രൂപം 2022 ശേഷമാണ് പേര് മാറ്റുന്നത്. CDF ഈ കാര്യത്തെ കുറിച്ചിട്ടൊരു ഇതുപോലെ ഒരു ദുബിയ ക്വസ്റ്റിന് കൃത്യമായിട്ടൊരു ഉത്തരം കൊടുക്കുന്നുണ്ട്. ആ ഉത്തരം എങ്ങനെയാണ്? അതായത് സഭ ഒരു കാരണവശാലും സ്വവർഗ വിവാഹിതരെ ആശീർവദിക്കില്ല. അതിനകത്ത് കൃത്യമായിട്ടുള്ള വാക്കുകൾ ഇങ്ങനെയാണ് പറയുന്നത്. അതായത് ഗോഡ് ഡസ് നോട്ട് ആൻഡ് കനോട്ട് ബ്ലെസ്സിങ്. He blesses sinful man so that he may recognize that he is part of his plan of love and allow himself to be changed by him. അതായത് ദൈവത്തിന് ഒരിക്കലും പാപത്തെ ആശീർവദിക്കാൻ സാധിക്കില്ല എന്നുള്ള പ്രസക്തമായിട്ടൊരു പോയിന്റ്. അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ആ ഒരു ഘട്ടത്തിൽ വഴിതെളിച്ചിരുന്നു. അപ്പോൾ ഇതാണ് പശ്ചാത്തലം. അതായത് ജർമ്മൻ സഭയിലെ ആശീർവാദങ്ങൾ നടക്കുന്നു. അവർ ഇനി ഒഫീഷ്യലായിട്ടുള്ള ആശീർവാദങ്ങളിലേക്ക് കടക്കാൻ പോകുന്നു. 2 CDFന്റെ 2021 ഒരു ഡോക്യുമെന്റ് വന്നു. ഈ ഡോക്യുമെന്റിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ സഭയുടെ ഉള്ളിൽ വരുന്നു. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഉന്നതരായ വ്യക്തികൾ കൊടുത്തിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പും. അപ്പോൾ ഞാനിവിടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കണം. അപ്പോൾ ഈ അരുൺ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ് തികച്ചും ഈ ആശീർവാദ സംബന്ധപരമാണെന്ന് പറയപ്പെടുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ വിശ്വാസികൾ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കപ്പെടുമ്പോഴും നമുക്കിതിൻ്റെ പശ്ചാത്തലം ഒരിക്കലും നമുക്കൊണ്ട് പൂർണ്ണമായിട്ടും അവഗണിക്കാൻ സാധിക്കില്ല. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻസ് സഭയിൽ ഉടലെടുത്തത്? ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. മുമ്പും സഭയിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥകളിലൂടെ കടന്നു പോയിട്ട് അല്ലെങ്കിൽ ഇത് സമാധാനമായ ഒരു പശ്ചാത്തലവും സാഹചര്യവും അല്ലെങ്കിൽ ഒരു പരിധിവരെ ഒരു ഫോഴ്സ് വരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം 2011 അന്നത്തെ പോപ്പായിരുന്ന ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയ്ക്ക് LGBT യൂറോപ്യൻ ഫോറം അവരൊരു നിവേദനം സമർപ്പിക്കുകയാണ്. അവർ പറഞ്ഞതാണ്, പരിശുദ്ധ പിതാവേ, അങ്ങറിയേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ ഈ ഒരു വിഭാഗക്കാർ പലയിടങ്ങളിലും ആക്രമിക്കപ്പെടുന്നു, ഞങ്ങൾ പലയിടങ്ങളിലും പുറന്തള്ളപ്പെടുന്നു, ഞങ്ങൾക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നില്ല. അപ്പോൾ ദൈവപിതാവിൻ്റെ ആ ഒരു വലിയ കരുണ പ്രകടിപ്പിക്കുന്ന സഭ ഞങ്ങളോട് വളരെ അനുഭാവപൂർവ്വം പെരുമാറണം. അതൊക്കെ ഓരോരോ റിക്വസ്റ്റുകളായിരുന്നു. എന്തിനു വേണ്ടി? ചില ലിസ്റ്റുകൾ എന്നാൽ അതിനോട് ഭാഗ്യസ്വർണ്ണാർഹനായ പരിശുദ്ധ പിതാവ് പ്രതികരിച്ചത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. പിതാവ് അവിടെ വളരെ വ്യക്തമാക്കി വിവാഹം എന്നാൽ സഭയിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് അതിനെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നതെന്നും എന്താണ് അവിടെ സഭയുടെ സ്റ്റാൻഡെന്നും വളരെ കൃത്യമായി അവർക്ക് അതിൻ്റെ ആ ഒരു വിശദീകരണം കൊടുക്കുകയാണ് ചെയ്തത്.
എന്നാൽ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ബൈബിളിൽ ഒരു വചനം കൂട്ടിയാണ്, പിതാക്കന്മാർ പണ്ടേ സ്ഥാപിച്ച അതിർത്തിക്കല്ല് മാറ്റരുത്. അപ്പോൾ ചില കല്ലുകൾ നമ്മൾ മാറ്റുമ്പോൾ, നമ്മൾ അതിനോടൊരു ടോളറൻസ് കാണിക്കുമ്പോൾ, പിന്നീട് വരുന്ന ഒരു ജനറേഷൻ അത് എപ്രകാരം എടുക്കുമെന്നും ഒരിക്കലും അത് വളരെ കറക്റ്റാണ്. നമുക്കറിയാം, നമ്മൾ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ ടീച്ചിങ്സ് തന്നെ നോക്കിക്കേ, വളരെയധികം ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതിനകത്ത് യാതൊരു തരത്തിലുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. അത് ബൈബിളിൽ തന്നെ പറയുന്നത്, നിന്റെ മക്കൾ ഒന്നെങ്കിൽ അതെ അല്ലെങ്കിൽ അല്ല എന്നായിക്കോട്ടെ. അത് തന്നെയായിരുന്നു കർത്താവിന്റെ ഓരോ പ്രബോധനങ്ങളും, കർത്താവിന്റെ ഓരോ ഉപമകളും. ആ ക്ലാരിറ്റിയോടുകൂടി തന്നെ ഈശോ എന്താണ് അതിലൂടെ അർത്ഥമാക്കുന്നത് വ്യക്തതയുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് എടുത്ത് നാം നോക്കുമ്പോൾ, ഇപ്പം ഇതിനകത്ത് പലരും പറയുന്നുണ്ട്, ഇപ്പം ലിറ്റർജിക്കൽ ബ്ലെസ്സിങ് അല്ലെങ്കിൽ അതിന്റെ പാസ്റ്റൽ ബ്ലെസ്സിങ്, അത് തമ്മിലുള്ള ഒരു വേർതിരിവ്, അല്ലെങ്കിൽ ബ്ലെസ് ചെയ്യാൻ വരുന്ന വ്യക്തിയുടെ ഒരു ധാർമ്മിക പശ്ചാത്തലം നോക്കരുത് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു കപ്പിൾസ് അതൊരു ഇറഗുലർ അവസ്ഥയിൽ, നമ്മൾ എപ്പോഴും ഈ ഒരു ഡിക്ലറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ സെയിം സെക്സ് കപ്പിൾസിന്റെ ഒരു കാര്യമാണെന്ന് പറയുന്നത്. ഇറഗുലർ അവസ്ഥയിൽ എന്ന് പറയുമ്പോൾ ഈ വിവാഹത്തിന് പുറത്തുള്ള ഒരു ബന്ധങ്ങളും അതൊക്കെ ഈ ഇറഗുലർ സിറ്റുവേഷനിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ഇറഗുലർ അവസ്ഥയിലുള്ള അല്ലെങ്കിൽ ഒരു സെയിം സെക്സ് റിലേഷനിലുള്ള രണ്ടുപേർ, അല്ലെങ്കിൽ ഒരു വിവാഹേതര ബന്ധത്തിലുള്ള ഒരു രണ്ടുപേർ, അവരൊരു വൈദികന്റെ അടുത്ത് വരുന്നു, ഒരു ബ്ലെസ്സിങ് മേടിക്കുന്നു. അപ്പോൾ അത് നേരത്തെ ജോജി സൂചിപ്പിച്ചതുപോലെ ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക്, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന പുറത്തെ അല്ലെങ്കിൽ പൊതു സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം അതാണ് വളരെയധികം ആശങ്കപ്പെടുത്തുന്നത്. അതിനെ ഈ ഒരു വൈദികൻ കൊടുക്കുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത് കത്തോലിക്ക സഭയിലായിക്കോട്ടെ, അത് പൊതുസമൂഹത്തിലായിക്കോട്ടെ, ഒരു കത്തോലിക്ക പുരോഹിതൻ കൊടുക്കുന്ന ആ ഒരു ബ്ലെസ്സിങ്ങിന് അതിന് വളരെയധികം വലിയ രീതിയിലുള്ള മാനങ്ങളുണ്ട്. അപ്പോൾ ഈ പാപാവസ്ഥയിലുള്ള രണ്ടുപേർ വന്ന് ഒരു വൈദികന്റെ അടുത്ത് വന്നൊരു ബ്ലെസ്സിങ് മേടിക്കുമ്പോൾ അത് പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ആ ഒരു ആശങ്ക, അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ പ്രബോധനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സഭയിൽ തന്നെയുള്ള പുതുതലമുറയുടെ ഇടയിൽ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പല ചിന്തകളും, അത് വളരെയധികം ആശങ്കപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് ഈ പോളണ്ടിലെ സഭയൊക്കെ നഖശിഖാന്തം ഈ ഒരു ഡിക്ലറേഷനെ എതിർക്കുന്നത്. ഇവിടെ എതിർക്കുന്ന വ്യക്തികളെ നമ്മൾ നോക്കേണ്ടതാണ്. നമുക്ക് ഇവിടെ ലോക്കലായിട്ടുള്ള ഏതെങ്കിലും അച്ഛന്മാരോ അല്ലെങ്കിൽ സഭയിലെ സാധാരണപ്പെട്ട ഒരു ബിഷപ്പോ ഒന്നുമല്ല ഇതിനെ എതിർക്കുന്നത്. അവിടെയാണ് ഈ ഡോക്യുമെന്റ് ഇത്രയും വിവാദമാകുന്ന കാരണം സഭയിലെ ഏറ്റവും ഉന്നത സ്ഥാനീയരായ വ്യക്തികൾ തന്നെയാണ് അവർ. അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ സഭയുടെ വിശ്വാസസംബന്ധമായ കാര്യങ്ങളിൽ സുപ്രധാനമായ തീരുമാനം എടുത്തിരുന്ന വ്യക്തികൾ തന്നെയാണ് ഇതിനെ എതിർക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ എതിർക്കുന്നതിന് വിശ്വാസപരമായ ചില കാരണങ്ങളുണ്ട്. ഇവിടെ ഈ ആശീർവാദങ്ങളെ കുറിച്ച് 2021 സഭ ബ്ലസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു വ്യാഖ്യാനത്തെ സഭ വീണ്ടും അതിനെ പുനർവിചിന്തനത്തിന് വിധേയമാക്കിയിട്ട് അതിനെ വീണ്ടും രണ്ടായിട്ട് വിഭജിക്കുകയാണ്. ഒന്ന് കൗദാശികമായ ആശീർവാദം, രണ്ട് സിമ്പിൾ ബ്ലെസ്സിങ്. അപ്പോൾ ഈ സിമ്പിൾ ബ്ലെസ്സിങ് എന്ന ആ ഒരു വാതിലിലൂടെ ഇത്തരം ആശീർവാദങ്ങളെ സഭയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശ്രമം നടന്നു എന്ന് ചിലർ ആരോപിക്കുമ്പോൾ അതിനെ നമുക്ക് കുറച്ചും കൂടി അതിനൊരു തന്മയത്വത്തോടു കൂടി തന്നെ നമ്മൾ ആ വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി. അല്ല, നമുക്ക് അത്തരം സംശയങ്ങൾക്ക് നമുക്ക് വ്യക്തമായി ഉത്തരം കൊടുക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ ജോർജ് പറഞ്ഞോട് കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ എല്ലാ ടീച്ചിങ്സിനും, എല്ലാ പഠനങ്ങൾക്കും വളരെ വ്യക്തതയും ക്ലാരിറ്റിയും ഉണ്ടായിരുന്നു. അപ്പോൾ പോൾ ആറാമൻ മാർപ്പാപ്പ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് വളരെ സഭയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. അദ്ദേഹം തൻ്റെ ഭരണകാലഘട്ടത്തിൽ പറഞ്ഞത്, സാത്താൻ്റെ പുക സഭയിൽ പലയിടങ്ങളിലും ഇന്ന് പ്രകടമാണ്, അല്ലെങ്കിൽ അവൻ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് തെളിവായിട്ട് അവിടെ പോപ്പ് പറഞ്ഞത്, പല കാര്യങ്ങളിലും അവൻ്റെ സാന്നിധ്യം പ്രകടമാകുന്നത് പല കാര്യങ്ങളിലും വ്യക്തതയില്ലാത്ത തീരുമാനങ്ങൾ, ആശങ്കകൾ, കൺഫ്യൂഷൻസ്, ഒരു വ്യക്തമായ ക്ലാരിഫിക്കേഷൻ കൊടുക്കാത്ത അവസ്ഥകൾ. അപ്പോൾ ഞാൻ വളരെ നിർഭരമായി പറയട്ടെ, ഈ ഒരു ഡോക്യുമെൻ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ജോർജ് പറഞ്ഞ പോലെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒത്തിരി ഇനി മറ്റു കാര്യം ഒത്തിരി കൺഫ്യൂഷൻസ് വരുന്നു, കുറേ സാദൃശ്യം കാണുന്നു. മറ്റൊരു കാര്യം ഞാൻ പറയാം, ഇത് യൂറോപ്പിൽ ഇപ്പോൾ മറ്റൊരു ആശയം അല്ലെങ്കിൽ മറ്റൊരു വാദഗതി നമ്മൾ ഉയർന്നു കേൾക്കുന്നത്, കാലഘട്ടം മാറുമ്പോൾ അല്ലെങ്കിൽ കാലഘട്ടം പുരോഗമിക്കുമ്പോൾ നമുക്ക് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകണം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രവണത നമുക്ക് വളരെ പ്രകടമായി കാണാൻ സാധിക്കുന്നത് യൂറോപ്യൻ സഭയിലാണ്. നമുക്ക് ഒരു നിമിഷം യൂറോപ്യൻ സഭയെക്കുറിച്ച് ചിന്തിക്കാം. നമ്മൾ ഈ റോമാലേഖനത്തിൽ സെൻറ്റ് പോൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് അവിടുത്തെ സഭയ്ക്ക് സംഭവിച്ചതെന്ന്. നമ്മൾ വളരെ അതിന് ആ ഒരു ബിബ്ലിക്കൽ സെൻസ് നമ്മളത് കാണണം. അവിടെ പറയാണ്, അവർക്ക് ദൈവത്തെ കുറിച്ച് എല്ലാ അറിവുണ്ടായിരുന്നിട്ടും അവർ ദൈവത്തെ ദൈവമായി കാണുകയോ ആദരിക്കുകയോ ചെയ്തില്ല. അതിനാൽ എന്ത് സംഭവിച്ചു? ദൈവം അവരെ വളരെ നിന്ദ്യമായിട്ടുള്ള വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവിടെ ഈ ചാപ്റ്റർ 1 അവസാന വാക്കുകളിൽ, അവസാന ആ ഭാഗത്ത് വളരെ വ്യക്തമായി സെൻറ്റ് പോൾ പറയുകയാണ്, അവിടെ എന്താണ് സംഭവിച്ചത്? സ്ത്രീകൾക്ക് സ്ത്രീകളോട് ആസക്തി തോന്നി, പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ ആസക്തി തോന്നി. അത് തന്നെയാണ് നമ്മളിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ബൈബിളിൽ വളരെ വ്യക്തമായിട്ടൊരു ഉത്തരമുണ്ട്, വളരെ വ്യക്തമായ ക്ലാരിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ സഭയുടെ ഓരോ വിശ്വാസസംബന്ധമായ തീരുമാനത്തിലും ബൈബിൾ വചനങ്ങൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്.
അപ്പോൾ അവിടെ നല്ല ഒരു ഡീവിയേഷൻ വരുന്നു എന്നുള്ള ഒരു സന്ദേഹം വിശ്വാസികൾ നിലനിൽക്കും. ഇവിടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോഴും പലർക്കും എന്താണ് ഈ സ്വവർഗ ടെൻഡൻസി അല്ലെങ്കിൽ സ്വവർഗ വിവാഹം, സ്വവർഗ രതി, ഇതിനെ കുറിച്ച് സ്വവർഗ ഭോഗം എന്നൊക്കെ പറയുന്ന ആ വാക്കുകളെ കുറിച്ച് പലർക്കും അറിഞ്ഞുകൂടാ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ട്രെയിനിലൊക്കെ കാണുന്ന ചില വ്യക്തികളുണ്ട്, ഹിജ്റകള്. അതെ, ഇവരെ കുറിച്ചായിട്ടല്ല ഇവിടെ യൂറോപ്യൻ സഭയിൽ ആശങ്കയുള്ളത്. യൂറോപ്യൻ സഭയിലുള്ള ആശങ്ക സ്വവർഗ ടെൻഡൻസി, ഞങ്ങൾ ഇന്ന ജെൻഡർ ആണെന്ന് അവർ തന്നെ നിശ്ചയിച്ച് അവർ തന്നെ പറയാണ് ഞാൻ ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു വ്യക്തി പറയാണ് ഞാൻ പുരുഷനാണ്, അല്ലെങ്കിൽ തിരിച്ചു പറയാണ്, അങ്ങനെ അവർ തന്നെ തീരുമാനിക്കുകയാണ് അവരുടെ ജെൻഡർ. ആ രീതിയിലുള്ള ഒരു വലിയൊരു സമൂഹം യൂറോപ്യൻ സഭയിലുണ്ട്, അതല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്. അപ്പൊ ഈ വ്യക്തികളെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഈ വ്യക്തികൾക്ക് ഒരുപക്ഷെ അവരുടെ എതിർലിംഗത്തിലല്ലാതെ അതേ ലിംഗത്തിൽപ്പെട്ട വ്യക്തികളോട് തോന്നുന്ന ചില ആകർഷണങ്ങൾ, ഈ ആകർഷണങ്ങളെ എങ്ങനെയാണ് സഭ കൈകാര്യം ചെയ്യേണ്ടത്? അതൊരു വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറ്റേണ്ട കാര്യം ഇല്ല. ഇവരെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കാണുന്നത്, അതിൽ തന്നെ വലിയൊരു അപകടം അവശേഷിക്കുന്നുണ്ട്. കാരണം സഭയുടെ ഉള്ളിൽ പല തരത്തിലുള്ള പല ജീവിതാവസ്ഥയിലുള്ള പല വ്യക്തികളുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിലെ വിവാഹം കഴിയാതെ നിൽക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഈ ചെറുപ്പക്കാർക്കൊക്കെ അവരുടേതായ പല വിധത്തിലുള്ള വികാരങ്ങളുണ്ട്. പക്ഷെ അവരുടെ സഹനങ്ങളെ അല്ലെങ്കിൽ അവരുടെ അവസ്ഥകളെ കർത്താവിന്റെ സഹനങ്ങളോട് ചേർത്ത് പിടിച്ചിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇവർക്കെല്ലാവർക്കും നമുക്ക് ഇളവുകൾ അനുവദിക്കാൻ സാധിക്കുമോ? അവരുടെ വിവാഹം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് അവർക്ക് ഇന്ന കാര്യങ്ങളിൽ സഭ അനുവാദം കൊടുക്കുകയും ആ അനുവാദത്തിലിരിക്കുന്ന അവരുടെ അവസ്ഥയെ ആശീർവദിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു തെറ്റായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ സഭയിൽ രൂപപ്പെടുത്തുന്നതിന് തുല്യമാണത്. അതുപോലെ ഇവിടെ ഞാൻ മറ്റൊരു കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ മെഡിക്കൽ സയൻസ് ഒരിക്കലും പറയുന്നില്ല ഈ സെയിം സെക്സ് ആ ഒരു പ്രവണത എന്ന് പറയുന്നത് അത് ബൈ ബർത്ത് ആണെന്ന് ഒരിക്കലും അങ്ങനെ അഭിപ്രായം പറയുന്നില്ല. അപ്പോൾ ചിലർ പറയുന്ന പോലെ അവർക്ക് ജന്മന ഉണ്ടാകുന്ന ഒരു പ്രത്യേക മാനസിക അവസ്ഥയാണ്. അപ്പോൾ അവരുടെ ആ അവസ്ഥയിൽ നിന്ന് മാറാൻ പറയുന്നത് തെറ്റല്ലേ? നമ്മളവരെ സപ്പോർട്ട് ചെയ്യുകയാണ്? ഒരിക്കലും അതല്ല. മറിച്ച് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് പല രീതിയിലുള്ള തെറാപ്പീസിലൂടെ, കൗൺസിലിങ്ങിലൂടെ, മറ്റുള്ള പ്രാർത്ഥന ശുശ്രൂഷകളിലൂടെ ഒക്കെ. അല്ല, ഒരു സഭയുടെ കടമ അതല്ലേ? നമ്മുടെ നാട്ടിൽ പോലും ഒരു 18 വയസ്സ് കഴിയാതെ, അതായത് സ്വയം നിർണ്ണയിക്കാനുള്ള ഒരു പ്രായപൂർത്തി ആകാതെ അവന്റെ സ്വാഭാവികമായ അവസ്ഥയിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് മാതാപിതാക്കൾക്ക് പോലും ഇപ്പൊ സാധിക്കില്ല. അപ്പോൾ ഇവിടെ നാച്ചുറലായിട്ട് നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ധാർമ്മികമായിട്ടുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള പ്രബോധനങ്ങൾ ലോകം എപ്പോഴും എങ്ങോട്ടാണ് നോക്കുന്നത്? അത് ഞാൻ സഭയുടെ കുറിച്ച് പറയുന്നത്. ഇപ്പം ലോകം എപ്പോഴും ഉച്ചസ്ഥായിയിൽ കാണുന്നത് വത്തിക്കാനെയാണ് ശരിക്കും. അത് ഇന്നും എല്ലാ കണ്ണുകളും ധാർമ്മികപരമായിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ഫ്ലോയ്ക്ക് അല്ലെങ്കിൽ ലോകത്തിന്റെ ഫ്ലോയ്ക്ക് എതിരാണത്. എപ്പോഴും നമുക്കറിയാം ബൈബിളിൽ പറയുന്നത് തന്നെ വിവാഹം എന്ന് വെച്ചാൽ അതൊരു പുരുഷനും സ്ത്രീയും തമ്മിൽ. അപ്പോൾ ഇവിടെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആ രീതിയിലുള്ള ഒരു എന്നാ പറയുക ആ ഒരു വിവാഹവും അതേ ബന്ധപ്പെട്ട സാമാന്യവൽക്കരിക്കുന്ന രീതിയിൽ. ഇതിൻ്റെ അകത്ത് സംഭവിക്കാൻ പോകുന്ന 1-2 അപകടങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ പറയുന്ന സെയിം സെക്സ് കപ്പിൾസ് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള വിവാഹം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷെ അവർ അവകാശപ്പെടുന്ന വിവാഹം എന്ന സെറമണീസ് അവരുടേതായിട്ടുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഹോളിലോ അങ്ങനെ നടത്തുന്നു. അതിനുശേഷം ഈ പറയുന്ന പുതിയതായിട്ട് രൂപപ്പെട്ട അല്ലെങ്കിൽ പുതിയതായിട്ട് അവർ രൂപപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന ഈ കപ്പിൾസ് വന്ന് ഒരു വൈദികന്റെ അടുത്ത് വന്ന് ഒരു ആശീർവാദം തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗൈഡ് ലൈൻസിന്റെ അടിസ്ഥാനത്തിൽ വൈദികന് കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും സിവിൽപരമായിട്ട് അവരവിടെ ഒരു വിവാഹപരമായിട്ടുള്ള ചടങ്ങുകൾ അവിടെ നടത്തുന്നു. അപ്പോൾ അവർക്ക് ഒരു സഭയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു ബ്ലെസ്സിങ്ങിലൂടെ അവരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവർക്ക് അതിനൊരു അംഗീകാരം ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും ഇനി കാര്യങ്ങൾ പോകുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഇതിൻ്റെ അകത്തൊരു കരുണയുടെ ഒരു അംശം കൂടി പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അതിനകത്ത് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു ഉദാഹരണം ഒന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെയൊക്കെ വീട്ടില് ഈ സഹായം അഭ്യർത്ഥിച്ച് പലരും വരാറുണ്ട്. അപ്പം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു പണം സഹായം അർഹിക്കുന്ന ആളുടെ കയ്യിൽ തന്നെ എത്തണമെന്ന് നമുക്ക് കൃത്യമായിട്ട് നാം ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ പല വ്യക്തികളും പല ടൈപ്പിലുള്ള വ്യക്തികളും വരാറുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തി സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് സഹായം ചോദിക്കുന്നു. പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന പണം ആ വ്യക്തി ഉപയോഗിക്കാൻ പോകുന്നത് വെള്ളടിക്കാനാണ്, അല്ലെങ്കിൽ സമൂഹത്തെ നശിപ്പിക്കാനാണ്, അല്ലെങ്കിൽ ലഹരിപരമായിട്ടുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പണം യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു കരുണയുടെ എലമെന്റ് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഇപ്പൊ സഭയുടെ ആശീർവാദം എന്ന് പറയുന്ന വളരെ വിലപ്പെട്ട ഒരു സംഗതി. അത് നമ്മൾ ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ അത് പിന്നീട് എങ്ങനെ ആ വ്യക്തിയുടെ ഒരു ആത്മാവിന്റെ രക്ഷയ്ക്കാണോ ഉതകുന്നത് എന്നൊരു ചോദ്യം സഭയുടെ മുമ്പിൽ വളരെയധികം പ്രസക്തമാണ്. ഇവിടെ ജോർജ് പറഞ്ഞ വളരെ വ്യക്തമാണ്. കാരണം ദൈവകരുണയുടെ ആത്മീയമായ ലക്ഷ്യം എന്താണ് മനുഷ്യന്റെ ആത്മാവ് സ്വർഗത്തിലെത്തും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതേ ഒരു അവസ്ഥയിലുള്ള ഈ ഒരു സ്റ്റേറ്റസിലുള്ള 2 വ്യക്തികളെ ആശീർവദിക്കുമ്പോൾ മനസ്സിലാക്കണം, ദേ ആർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് സിൻ. അവരൊരു പാപകരമായ അവസ്ഥയിലാണ്.
വിസിബിൾ ആണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഞാൻ പറഞ്ഞ പലർക്കും ഇടർച്ച ഉണ്ടാക്കുന്നു, ദുർസാക്ഷ്യം ഉണ്ടാക്കുന്നു. വിസിബിളി ദേ ആർ ഇൻ സിൻ. അപ്പോൾ അതേ അവസ്ഥയിൽ അത് സിമ്പിൾ ആസ്വാദമായിക്കോട്ടെ, സാക്രമെന്റൽ ബ്ലെസ്സിങ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അപ്രകാരം ചെയ്യുമ്പോൾ അത് കാണുന്ന വ്യക്തികൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഡിസേൺമെൻറ്റ് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവിടെ ഒരു വലിയൊരു ഉതപ്പുണ്ടാകുന്നു. ഇനി നമ്മൾ ഒരു ബ്ലെസ്സിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അവരെ ആദ്യം അനുതാപത്തിലേക്ക് നയിക്കുകയല്ലേ ചെയ്യേണ്ടത്. അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത് വെച്ചാൽ നമ്മളെ ബ്ലെസ്സിങ് അടുത്ത സ്റ്റെപ്പാണ് ശരിക്കും. ഫസ്റ്റ് വി ഷുഡ് കൺവിൻസ് ഒരു സ്പിരിച്വൽ കൗൺസിലിംഗ്, ഒരു പാസ്റ്ററൽ കെയർ ഇൻ ദ സെൻസ് ആ പാപാവസ്ഥയിൽ നിന്നും അവരെ വിടുവിക്കാനുള്ള ഒരു പാസ്റ്ററൽ കെയർ, അതൊന്നും അവിടെ നടക്കുന്നില്ല. ഒരു സിമ്പിൾ ബ്ലെസ്സിംഗ്, അത് വളരെയധികം ഒരു ഉതപ്പ് സഭയിൽ സൃഷ്ടിക്കാൻ. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഒരു ഡോക്യുമെന്റിൽ ഈ ഒരു ആശീർവാദത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഈ ഒരു രീതിയിലുള്ള അവരെ അനുതാപത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ നിർദ്ദേശരേഖ ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് കുറേയെങ്കിലും ഈ ഒരു ഡോക്യുമെന്റിനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാരുടെ ഇടയിലുള്ള, ഞാനിപ്പോൾ പറയുന്ന ആൾക്കാരുടെ കൺഫ്യൂഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. നിഷ്കളങ്ക മനസ്സാക്ഷിയുള്ളവർക്കുള്ള കൺഫ്യൂഷൻസ് അതെല്ലാം അവർക്ക് ഒഴിവാക്കാമായിരുന്നു. ഇവിടെ ഈ ഡോക്യുമെന്റിൽ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇതൊരു കൗതാശികമായിട്ടുള്ള ഒരു ആശീർവാദമല്ല. ഈ ആശീർവാദത്തിന് ഏതെങ്കിലും ആരാധനാക്രമമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അർദ്ധ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു വിധത്തിലും സാമ്യം ഉണ്ടാകാൻ പാടില്ല. 3, ഇത് വിവാഹം എന്ന ഒരു ചടങ്ങിനോടും യാതൊരു വിധത്തിലുള്ള സാമ്യം ഉണ്ടാകാൻ പാടില്ല. വസ്ത്രം പോലും അത്രയും കാര്യങ്ങളിൽ പോലും സഭ ആ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. വിദൂരമായൊരു സാമ്യം പോലും വിവാഹം എന്ന ചടങ്ങിനോട് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ഇത് ജർമ്മൻ സഭയിൽ എങ്ങനെയാണ് നടന്നിരുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഈ ഡോക്യുമെന്റ് വന്നതിന് ശേഷം, പ്രത്യേകിച്ച് ജെയിംസ് മാർട്ടിൻ എന്ന് പറഞ്ഞ ജെസ്യൂട്ട് പ്രീസ്റ്റ് അടക്കം വളരെ അറിയപ്പെടുന്ന ഇവരുടെ LGBTQ റൈറ്റ്സിന് വേണ്ടിയിട്ട് വളരെയധികം വാദിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ആശീർവദിച്ചത്? അവർ കപ്പിൾസ് ഒരുമിച്ച് വന്ന് നിൽക്കുന്നു, അവരുടെ നടുവിൽ അവരെ ആശീർവദിക്കുന്നു. അപ്പോൾ ഈ ആശീർവാദത്തിന്റെ ഒരു ഫോട്ടോ പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ ഫോട്ടോ കാണുന്നത് വിവാഹമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. ഇതാണ് ഏറ്റവും വലിയ സാമ്യം. നമുക്ക് ഇവരെ വേണമെങ്കിൽ ഇവരെ ഒറ്റയ്ക്ക് വേണമെങ്കിൽ ആശീർവദിക്കാം, അല്ലെങ്കിൽ ഇത് ഗോപ്യമായ രീതിയിൽ ചെയ്യാം. നമുക്കിത് ജനങ്ങളുടെ മുമ്പിൽ ഒരു ഫോട്ടോ എടുക്കുന്ന അവസ്ഥയിൽ ഇത് കൊടുക്കേണ്ട കാര്യമില്ല. വൈദികന് വേണമെങ്കിൽ അവരെ പേഴ്സണലായിട്ട് പോയിട്ട് ഇത് എന്താ വെച്ചാൽ ഇതൊരു പബ്ലിസിറ്റി കൊടുക്കേണ്ട ഒരു കാര്യമേ അല്ല. പക്ഷെ പബ്ലിസിറ്റി കൊടുക്കപ്പെടും എന്നുള്ളത് 100% ഉറപ്പാണെന്ന്, അതുപോലെ തന്നെയാണ് ഇത്രയും നാൾ നടന്നിരുന്നതെന്നും അറിഞ്ഞുകൊണ്ട് ഒരു ഡോക്യുമെന്റ് വരുമ്പോൾ ആ ഡോക്യുമെന്റിൽ കുറച്ചും കൂടി ഒരു വിവേകപൂർണമായ കൃത്യമായ നിർദ്ദേശങ്ങൾ. പലപ്പോഴും ഈ അച്ഛന്റെ പ്രാർത്ഥന പോലും അച്ഛന് സ്വയം പ്രേരിത പ്രാർത്ഥനയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊരു രീതിയിലുള്ള ഒരു പ്രാർത്ഥന എഴുതി കൊടുത്തിട്ടില്ല. അപ്പൊ ഈ സ്വയം പ്രേരിത പ്രാർത്ഥന ഈ ലോകത്ത് എല്ലാ അച്ഛന്മാരും ഒരുപോലെയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പല ആറ്റിറ്റ്യൂഡിലുള്ള പല അച്ഛന്മാരുണ്ടായിരിക്കും. ഇവർക്ക് ഡെലിവറൻസ് ആണോ കൊടുക്കുന്നത്? ഇവരുടെ അവസ്ഥയെ അനുഗ്രഹിച്ച് ആ അവസ്ഥയെ തന്നെയാണ് അനുഗ്രഹിച്ച് വിടുന്നത്. ഒരു ക്ലാരിറ്റിയും ഇല്ല. അത് ആ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ പലരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല വൈദികരും ദുർവിനിയോഗം ചെയ്യാനായിട്ട് സാധ്യത. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എവിടെയാ അരുൺ പറഞ്ഞ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ സഭയുടെ ഒരു മിനിസ്ട്രിയാണ് തിന്മയുടെ ആക്രമണങ്ങളിൽ നിന്ന് വിശ്വാസികളെ രക്ഷിക്കുക, വിടുവിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരം പ്രവണതയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഇത്തരം ബന്ധത്തിൽ തുടരുന്ന വ്യക്തികൾ അവർ ഉറപ്പായിട്ടും പാപത്തിലാണ്. അതിനാൽ തന്നെ പാപത്തിൻ്റെ എല്ലാം ഉപജ്ഞാതാവായ പിശാചിൻ്റെ പിടിയിലാണ്. അവരൊരു തിന്മയുടെ ഒരു വലിയൊരു പിടിയിലാണുള്ളത്. അപ്പോൾ അവരെ ശരിക്കും ഒരു ഡെലിവറൻസ് പ്രയറിലൂടെ അപ്രകാരമുള്ള സഭയുടെ ആ ഒരു വിമോചന പ്രാർത്ഥനയിലൂടെ അവരെ വിടുവിക്കുകയാണ് ശരിക്കും. പക്ഷേ നമ്മൾ നിർഭാഗ്യവശാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു ഡോക്യുമെന്റിൽ കാണുന്നില്ല. അതുപോലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, 2011 ഈ ഫോറം, യൂറോപ്പിലെ ഈ ഒരു LGBT ഫോറം ഇപ്രകാരം ഒരു നിവേദനം പരിശുദ്ധ പിതാവിൻ്റെ പക്കൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ, വത്തിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കിട്ടിയ റെസ്പോൺസ് അറിയാം. എന്നാൽ ഇത് മനസ്സിലാക്കണം, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ രീതിയിലുള്ള ഒരു പെർമിഷൻ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു സംവിധാനം സഭയിൽ സംജാതമായി. ആർക്കറിയാം കുറച്ച് കഴിയുമ്പോൾ ഇതിന് ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു. സാക്രമെന്റൽ ബ്ലെസ്സിംഗിലേക്ക് നമ്മൾ വലിയ ജാഗ്രതയും വിവേകം പുലർത്തുന്നത് ഉറപ്പായ കാര്യമാണ്. ഇവിടെ ഒരു തിരുത്ത് പറയാനുള്ളത്, അതായത് സാക്രമെന്റൽ ബ്ലെസ്സിങ് ഇവരാരും ആഗ്രഹിക്കുന്ന പോലുമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സഭയിൽ നിന്ന് കിട്ടുന്ന ഒരു കൗതാശിക ആശീർവാദം ഇവരുടെ ലക്ഷ്യമേ അല്ല. ഇവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനുവേണ്ടി ലോബിങ് നടത്തുന്ന ഒരു പുറമെയുള്ള ഒരു വിഭാഗത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്വവർഗ വിവാഹത്തിന് സഭയിൽ ഒരു അംഗീകാരം, സഭയിലേക്ക് അതിനൊന്ന് ഇൻക്ലൂസീവ് ചെയ്യിക്കുക, ആ കാര്യത്തിൽ അവർ പൂർണ്ണമായിട്ടും വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നേരത്തെ ഫാദർ ജെയിംസ് മാർട്ടിന്റെ കാര്യം അരുൺ സൂചിപ്പിച്ചു. ഈ ഒരു ഡിക്ലറേഷൻ വന്നതിന് ശേഷം, അതായത് ഈ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചൊരു കാര്യമുണ്ട്. അത് എത്രത്തോളമാണ് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ പലരിലും ഒരു ഉതപ്പ് സൃഷ്ടിക്കുക, അല്ലെങ്കിൽ പലരും അതിനെ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു പരാമർശം അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ നടത്തുകയുണ്ടായി. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഇൻ എ പോസ്റ്റ് ഓൺ എക്സ് ഫോർമലി നോൺ ആസ് ട്വിറ്റർ, ഫാദർ മാർട്ടിൻ സെഡ് ദി ഡോക്യുമെന്റ് recognizes the deep desire in many Catholic same-sex couples for God's presence in their loving relationships.
അതായത് അവരുടെ ബന്ധത്തിൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം. സാന്നിധ്യം ആഗ്രഹിക്കുന്നവരുടെ ആ ഒരു ആഗ്രഹത്തെ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് ഈ ഒരു ഡോക്യുമെന്റ് എന്ന് അദ്ദേഹം പറയുന്നു. ഒരു മേജർ സ്റ്റെപ്പ് ഫോർവേഡ് ആണ്, അതായത് വലിയൊരു മുന്നേറ്റം തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു നിർണായകമായ ചുവടുവെപ്പ് തന്നെയാണ് ഈ ഒരു ഡിക്ലറേഷൻ അദ്ദേഹം കുറിക്കുന്നു. ഏറ്റവും ലാസ്റ്റായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അലോങ് വിത്ത് മെനി പ്രീസ്റ്റ് ഐ വിൽ നൗ ബി ഡിലൈറ്റഡ് ടു ബ്ലസ് മൈ ഫ്രണ്ട്സ് ഇൻ സെയിം സെക്സ് യൂണിയൻ. ബ്ലസ് മൈ ഫ്രണ്ട്സ് ഇൻ സെയിം സെക്സ് യൂണിയൻ, അതായത് അവരുടെ ആ ബന്ധത്തെ ആശീർവദിക്കാൻ മറ്റ് വൈദികരോടൊപ്പം ഞാനും ആഗ്രഹിക്കുന്നു. അതായത് ഡിക്ലറേഷനിൽ പറയുന്നുണ്ട് ഈ ഒരു ആശീർവാദത്തോടെ ചിലപ്പോൾ അവർ ഈ ഒരു ബന്ധത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ബന്ധനത്തിൽ നിന്നും മോചിതരാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനെ കൗണ്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഫാദർ ജെയിംസ് മാർട്ടിൻ. നമുക്കറിയാം സഭയുടെ ഉന്നത കേന്ദ്രങ്ങളിൽ പോലും വളരെ നിർണായക സ്വാധീനമുള്ള ഒരു വൈദികനാണ്. അപ്പം ദൈവത്തിന്റെ ഒരു പ്രസൻസ് തങ്ങളുടെ ബന്ധങ്ങളിൽ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹത്തെ റെക്കഗ്നൈസ് ചെയ്യുന്നു, ഒപ്പം തന്നെ അവരുടെ ഒരു ബന്ധത്തെ ബ്ലസ് ചെയ്യാൻ എന്നെ പോലുള്ള വൈദികർ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഈ സഭ ഈ ഒരു ഡോക്യുമെൻ്റ് പുറത്തിറങ്ങിയപ്പോൾ അതിൻ്റെ ആമുഖവുമായി 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സാധാരണ വിശ്വാസികളിൽ സംശയം എന്നാ പറയുക ശക്തമായ രീതിയിൽ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഈ രീതിയിലുള്ള പ്രസ്താവനകളാണ്. ശരിക്കും ഇവിടെ എന്താണ് പറയുന്നത്, അവരുടെ ആ ഒരു റിലേഷനിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് വളരെ ആശ്വാസകരമാണ്. നമുക്കറിയാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ സ്വതകുമാരനെ പാപത്തിൽ ദൈവം വളരെയേറെ വെറുക്കുന്നൊരു പാപമാണ് ശരിക്കും ഈ ഒരു സ്വവർഗ വിവാഹം അല്ലെങ്കിൽ സ്വവർഗ ഭോഗം എന്ന് പറയുന്നത്. അപ്പം ആ രീതിയിലുള്ള എന്താ പറയുക, ഈ സഭയുടെ, ഞാൻ മറ്റൊരു രീതി പറയുകയാണെങ്കിൽ സഭയുടെ ശക്തി എന്ന് പറയുന്നത് സഭയുടെ മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറോ സഭയുടെ വെൽത്തോ സഭയുടെ അറിവോ അതൊന്നുമല്ല. സഭയുടെ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ സ്പിരിച്വൽ പവറാണ്, ആത്മീയ ശക്തിയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള വിശ്വാസസംബന്ധമായ മേഖലയിലുള്ള ഡൈല്യൂഷൻ ഉറപ്പായിട്ട് സഭയുടെ ആത്മീയ ശക്തിയെ കെടുത്തിക്കളയും. ഞാൻ പറയുകയാണ്, മറ്റൊരു രീതി പറയുകയാണെങ്കിൽ പിശാചിൻ്റെ ഒരു വലിയൊരു ഒരു ആഗ്രഹം അതുതന്നെയാണ്. ഇത്തരത്തിലുള്ള സംഘടനകളിലൂടെ, ഇത്തരത്തിലുള്ള വ്യക്തികളിലൂടെ, ഇത്തരത്തിലുള്ള വിശ്വാസസംബന്ധമായ കാര്യങ്ങൾ നടത്തുന്ന കോംപ്രമൈസിലൂടെയൊക്കെ സഭയുടെ ആത്മീയ ശക്തിയെ കെടുത്തിക്കളയുക, ഇല്ലാതാക്കുക, നിർവീര്യമാക്കുക, അതിനുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് വിശ്വാസം. ഓക്കെ, മറ്റൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പലരും ഉന്നയിക്കുന്ന ഒരു വാദഗതിയുണ്ട്. ജോജി അത് കൃത്യമായി പറയാൻ സാധിക്കുന്നു എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ 2000 വർഷത്തിന്റെ സഭയുടെ ചരിത്രത്തിൽ ഒരു വ്യഭിചാരശാല ആരംഭിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു മദ്യശാല ആരംഭിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു ലഹരി പദാർത്ഥം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നിർമ്മാണശാല ആരംഭിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു വെഞ്ചിരിപ്പ് കർമ്മം ഒരു വൈദികൻ, അല്ലെങ്കിൽ ആ സ്ഥാപനം നന്നാകട്ടെ എന്ന ആഗ്രഹിച്ചുകൊണ്ടുള്ളൊരു വെഞ്ചിരിപ്പ് കർമ്മം ഒരു വൈദികൻ നിർവഹിച്ചതിൽ സഭയുടെ ചരിത്രത്തിൽ നാം കാണുന്നില്ല. പക്ഷേ മറുവാദം ചിലർ ഉന്നയിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ പല പ്രോലൈഫ് സംഘടനകളൊക്കെ ഈ അബോർഷൻ ക്ലിനിക്കുകൾക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, വൈദികൻ അവിടെ ആശീർവദിക്കുന്നു. ആ ഒരു സംഗതി അത് തമ്മിലൊരു ഡിസ്റ്റിങ്ഷൻ ജോർജി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ വ്യക്തമായ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകളുണ്ട്. ശരിക്കും എനിക്കൊരു സംഭവത്തിനെ കുറിച്ച് അറിയാം. ഒരു പ്രോലൈഫ് സംഘടന അവർ ഒരു അബോർഷൻ ക്ലിനിക്കിൻ്റെ ചുറ്റും പല ദിവസങ്ങളായി അവർ ദിവ്യകാരുണ്യം എടുത്തുകൊണ്ട് അവർ പ്രാർത്ഥനയായിട്ട് നടന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ അബോർഷൻ ക്ലിനിക്ക് പൂട്ടുപോയി. അവിടെ ശരിക്കും എന്താ പറയുക, ഒരു ജെറീക്കോ പ്രെയർ പോലെ നമ്മൾ കാണുന്നുണ്ട്, ബൈബിൾ ജോഷയുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ജെറീക്കോ എന്ന് പറയുന്ന അതൊരു തിന്മയുടെ സിമ്പലാണ്. അവിടെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം, ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജോഷയും കൂടെയുള്ളവർ ശരിക്കും ആ ഒരു കോട്ടയെ ചുറ്റി നടന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ കോട്ട നിബന്ധിച്ച് അവിടെ തിന്മയുടെ ശക്തിയെ അവർ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്തു. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ നമ്മളൊരു അബോർഷൻ ക്ലിനിക്കിൻ്റെ ഫ്രണ്ടിലുള്ള വിശ്വാസികളുടെ മൗനമായ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രകടമായ പ്രാർത്ഥന, വൈദികൻ്റെ ആശീർവാദം, അത് എന്ന് പറയുന്നത് അത് സഭയുടെ മറ്റു രീതിയിലുള്ള തിന്മയെ നിർവീര്യമാക്കാനുള്ള, തിന്മയുടെ പ്രവർത്തികളെ നശിപ്പിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ്. അത് ജോർജ് പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും ഒരു സ്ഥാപനം പച്ചപിടിക്കട്ടെ എന്നൊരു ഉദ്ദേശത്തോടുകൂടി നടത്തുന്ന ഒരു ആശീർവാദമല്ല. ഒപ്പം മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈശോ ഈ പാപിനിയായ സ്ത്രീയെ കരുണയോടുകൂടി വീക്ഷിച്ചു എന്നൊരു പോയിന്റ് അവിടെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ആ പാപിനിയായ സ്ത്രീ ഇൻഡിവിജ്വൽ ആയിട്ടാണ് അവിടെ വന്നത്. ഇപ്പൊ സമരിയക്കാരിയായിട്ടുള്ള സ്ത്രീ, ആ സമരിയക്കാരിയായിട്ടുള്ള സ്ത്രീയും ആ സ്ത്രീ പാപം ചെയ്ത ഒരു പുരുഷനുമായിട്ടല്ല അവിടെ വന്നത്. ആ സ്ത്രീയോടാണ് നീ സമാധാനത്തോടെ പോവുക, നീ മേലിൽ പാപം ചെയ്യരുത്. അല്ലെങ്കിൽ ആ പാപം ചെയ്ത പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരുമിച്ചല്ല കർത്താവിന്റെ മുമ്പിൽ വരുന്നത്. അവിടെയും കർത്താവ് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടാണ് ആ സ്ത്രീയെ കാണുന്നത്, അല്ലെങ്കിൽ ആ സ്ത്രീയെ പാപത്തിൽ നിന്നും വിടുവിക്കുന്നത്. അല്ലാണ്ട് കൃത്യമായിട്ടുള്ളൊരു ബന്ധനം, ഒരു എക്സോസിസം കർത്താവ് അവിടെ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ചുമ്മാ അങ്ങ് നമ്മൾ ഈ കാണുന്ന പോലെ ഒരു പാസ്റ്ററൽ ബ്ലെസ്സിങ് കൊടുത്ത് വിടുവല്ല കർത്താവ്. അല്ല. അപ്പോൾ നമ്മുടെ മനസ്സിലാക്കാൻ മറ്റു ഒരു കാര്യം പറയുകയാണ്, അവിടെ ഈ പാപിനിയായ സ്ത്രീയുടെ കാര്യത്തിലാണെങ്കിലും സമരിയക്കാരി സ്ത്രീയുടെ കാര്യത്തിലാണെങ്കിലും കൃത്യമായി കർത്താവ് അവൾ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അവളുടെ പാപത്തെക്കുറിച്ചും അവളെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം അതിൽ നിന്ന് മാറാൻ പറയുന്നുണ്ട്. അതാണ് കർത്താവിന് ഒരിക്കലും ഒരു ന്യൂട്രലൈസേഷൻ ഇല്ല, അല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ, ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു യാതൊരു രീതിയിലുള്ള ഡൈല്യൂഷനും ഇല്ല കർത്താവിൻ്റെ ടീച്ചിങ്സിൽ. എപ്പോഴും കർത്താവ് നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ അതിൻ്റെ ഭർത്താവല്ല.
അതാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. അതിനുശേഷം പറയുകയാണ് അപ്പോൾ അവളുടെ കുടം താഴെ വെച്ചു, അതൊരു സിമ്പിളാണ് ശരിക്കും, അവൾ അവളുടെ ഭാവാസം വിട്ടു. അപ്പോൾ അതേ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ഇത്തരം കൃത്യമായിട്ടുള്ള ആളുടെ ഒരു അവസ്ഥ കൃത്യമായിട്ട് മുഖത്ത് തന്നെ പറയുന്നതിന് ശേഷം അവളെ തിരുത്തുന്നു. അവളെ ഈ കരുണാർത്ഥമായ സ്നേഹത്തോടു കൂടി അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്, തള്ളിക്കളയുന്നില്ല. അതാണ് അവസ്ഥ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടർ തീരുമാനിക്കുകയാണ് സ്വർഗ വിവാഹത്തെ സഭയിൽ എങ്ങനെ ഇൻക്ലൂസീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ഒരു ഡോക്യുമെന്റ് ഇറക്കുന്നതിൽ ഒരു പക്ഷേ അവർ വിജയിച്ചോ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കണം. കാരണം ഈ ഡോക്യുമെന്റിൽ തെറ്റായിട്ടൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഡോക്യുമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലാണ് തെറ്റുകൾ ഒരുപാട് കടന്നുകൂടാനുള്ള സാധ്യതകൾ, അതിന്റെ അപകട സാധ്യതകളാണ് ഇതിന് മുന്നിൽ വന്നു നിൽക്കുന്നത്. എന്നാൽ ഈ അപകട സാധ്യതകൾ കൊണ്ടു തന്നെ ഈ അപകട സാധ്യതകൾ ഏതാനും വർഷങ്ങളായിട്ട് സഭയിൽ നടന്നുകൊണ്ടിരിക്കെ തന്നെ ഇങ്ങനൊരു ഡോക്യുമെന്റ് ഇറക്കുന്നു, യാതൊരു പ്രിക്കോഷൻസും ഇല്ലാതെ. വേണ്ട, വിദൂരമായ സാധ്യത പോലും ഇല്ല, ഉണ്ടാകരുത് എന്ന് പറയുന്ന നിഷ്കർഷിക്കുന്ന ഡോക്യുമെന്റിന് വിരുദ്ധമായിട്ട് തുടർച്ചയായിട്ട് ഇതാ സഭയിൽ മുഴുവൻ ആശീർവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടർ തീരുമാനിക്കുന്നു LGBTQ അജണ്ട സഭയിൽ നടപ്പാക്കണമെന്ന്. അതിനായിട്ട് സ്വർഗ വിവാഹങ്ങളെ സഭയിൽ ഏതെങ്കിലും രീതിയിൽ, അത് കൗതാശികമായിട്ടാണോ മറ്റു രീതിയിലൊന്നുമില്ല, അത് സഭയിൽ ആശീർവദിക്കപ്പെടണം. അങ്ങനെ സഭയിൽ അത്തരം സ്വർഗ വിവാഹങ്ങൾക്ക് ഒരു ഇൻക്ലൂസീവ്നെസ് കിട്ടിയതായിട്ട് പുറമേക്ക് അത് പ്രതിഫലിക്കുകയും വേണം. ഈ കാര്യങ്ങളിൽ അവർ വിജയിച്ചു എന്ന് വേണം ഈ ഡോക്യുമെന്റിലൂടെ പറയാനായിട്ട്. കാരണം ഈ ഡോക്യുമെന്റിൽ ഒരു വിധത്തിലും സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമായിട്ടൊന്നും തന്നെ ഇതിൽ പഠിപ്പിക്കുന്നില്ല. കാരണം വിവാഹം എന്ന കുദാശയെ കുറിച്ചുള്ള കൃത്യമായ സഭയുടെ അത് അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ അവസ്ഥയിലുള്ളവരെ എന്നതിനേക്കാൾ ഉപരി ഈ ഒരു അജണ്ടയെ എങ്ങനെ സഭയുടെ ഉള്ളിലേക്ക് കയറ്റാം എന്ന് ചിലർ ചിന്തിച്ചതിന്റെ ഒരു പരിണിത ഫലമായിട്ട് വന്നിരിക്കുന്ന ഒരു ഡോക്യുമെന്റാണ്. അപ്പോൾ ഈ ഡോക്യുമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ സഭയിൽ ഉറപ്പായിട്ടും ഒരുപാട് ഇടർച്ചകൾക്കും ഒരുപാട് തെറ്റിദ്ധാരണകൾക്കും ഒരുപാട് യുവജനങ്ങളുടെ വഴി തെറ്റലിനും ഇതിടയാകും. അത് നടക്കും എന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ ഡോക്യുമെന്റിന് മുമ്പും ശേഷവും നടന്നിട്ടുള്ള വിവാഹത്തിന്റെ അല്ലെങ്കിൽ സ്വർഗ വിവാഹിതരുടെ ആശീർവാദങ്ങൾ. അതുകൊണ്ട് തന്നെ സഭ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഈ ഡോക്യുമെന്റിൽ പറഞ്ഞ വള്ളി പുള്ളി തെറ്റാതെ ഇത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് എന്ന് ഓരോ പൊസിഷനിലും സഭ ചെക്ക് ചെയ്യണം. ആ ചെക്കിംഗ് ഇല്ലാതെ ഈ ഡോക്യുമെന്റ് ഇതേപടി നടപ്പാക്കുമ്പോൾ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഓരോ വേദിയിലും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഓരോ രൂപതയും അവർക്ക് തോന്നുംപടി ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും സഭയിൽ തിന്മയുടെ പ്രവൃത്തികൾ അംഗീകരിക്കപ്പെടാനും അത് വ്യാപകമാകാനും അത് യുവജനങ്ങളിലേക്ക് കൂടുതൽ സ്പ്രെഡ് ആകാനും കാരണമാകും. അത് സഭയ്ക്ക് നാശമായിട്ട് പോയി. ജോർജ്, ഇവിടെ ഒരു ഞാൻ ചെറിയ കാര്യം പറയുകയാണെങ്കിൽ കാർഡിനൽ മുള്ളർ പറഞ്ഞ പ്രകാരം ചർച്ച് കനോട്ട് ടീച്ച് വൺ തിങ് ആൻഡ് സെലിബ്രേറ്റ് അനദർ തിങ്. അത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഡോക്യുമെന്റിന്റെ ഇംപ്ലിമേഷനിൽ അവിടെ പരാമർശ കാര്യങ്ങളിൽ പിന്നെ വ്യക്തമായി നടപ്പാക്കുന്നതിനുണ്ടാകുന്ന അതിലുണ്ടാകുന്ന പോരായ്മകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഓൾറെഡി. പലപ്പോഴും ഈ ഒരു ഡിക്ലറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് പലരുടെ മനസ്സിൽ വരാറുണ്ട്, ഉടലെടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ വരുമ്പോൾ ഈ അപ്രമാദിത്വവുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും ഈ ഒരു ഡിക്ലറേഷനുമായിട്ട് ബന്ധപ്പെട്ട് മാർപ്പാപ്പയുടെ അപ്രമാദിത്വവുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും ഉടലെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്, പ്രത്യേകിച്ച് ഈ മാർപ്പാപ്പയുടെ ഒരു അപ്രമാദിത്വം അത് ഏതെല്ലാം ഘട്ടങ്ങളിലാണ്, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് മാർപ്പാപ്പ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് അപ്രമാദിത്വം ഉണ്ട് എന്ന് സഭ പ്രബോധനം നൽകുന്നത്? ജോർജി, നമ്മുടെ സഭ പഠിപ്പിക്കുന്നതനുസരിച്ച്, സഭാ പഠനം അനുസരിച്ച് ഇൻഫോളിബിലിറ്റി, അപ്രമാദിത്വ വരം, അതൊരു ഗിഫ്റ്റാണ് ശരിക്കും. തെറ്റുപറ്റിയില്ല. മാർപ്പാപ്പയ്ക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ തെറ്റുപറ്റിയില്ല. ദാറ്റ്സ് ഫ്രം ഗോഡ്. ഇറ്റ് ഈസ് സൂപ്പർ നാച്ചുറൽ. അതിൻ്റെ ഒരു കോണ്ടസ്റ്റിനെ കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അത് മെത്രാന്മാരുടെ ആ ഒരു സംഘത്തോടു കൂടി ആയിരുന്നു കൊണ്ട് ഒരു തീരുമാനമെടുത്തതിന് ശേഷം വിശ്വാസസംബന്ധമായ കാര്യങ്ങളിലായിരിക്കണം ആ തീരുമാനം. അതിനുശേഷം സെൻറ്റ് പീറ്ററിൻ്റെ ചെയറിൽ ഇരുന്നു കൊണ്ട് മാർപ്പാപ്പ 3 തവണ ആവർത്തിക്കുന്ന കാര്യങ്ങൾക്കാണ് സാധാരണയായിട്ട് അപ്രമാദിത്വ സ്വഭാവമുള്ളതെന്നുള്ളതാണ് സഭ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ ഒരു സന്ദേശം അത് പൊതുജനങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ ഇടയാകരുത്. അതായത് ഈ സ്വർഗ ആഭിമുഖ്യത്തിൽ പെട്ട വ്യക്തികൾക്ക് കൃത്യമായിട്ടുള്ളൊരു പാസ്റ്ററൽ കെയർ സഭ കൊടുക്കണം. അതായത് അത് ഒരിക്കലും ഒരു കപ്പിൾ എന്ന നിലയിലായിരിക്കരുത്, ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പാസ്റ്ററൽ കെയർ. അതിൻ്റെ അകത്ത് കൃത്യമായി അവരുടെ ആ ഒരു പാപാവസ്ഥയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു ബോധവൽക്കരണം, കൃത്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ ശുശ്രൂഷകൾ, പ്രത്യേകിച്ച് അതിൽ നിന്നും അവർക്കൊരു വിടുതൽ കിട്ടുവാൻ ഉള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾ, അത്തരത്തിലുള്ള പാസ്റ്ററൽ കെയർ കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പാപികൾ എന്ന രീതിയിൽ അവരെ അടിച്ചാക്ഷേപിച്ച് അവരെ ഒരു കാരണവശാലും സഭയുടെ സംവിധാനങ്ങളിൽ നിന്ന് അവരെ ഒരു കാരണവശാലും അകറ്റി നിർത്തരുത്. അവരെ ചേർത്ത് പിടിക്കണം, അവരെ
കർത്താവിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്യണം. കാരണം അത് നേരത്തെ നമ്മൾ 2021 വത്തിക്കാന്റെ ഡോക്യുമെന്റിൽ പറയുന്നത്, അതായത് ഗോഡ് കനോട്ട് പ്ലസ് ദ സിൻ, പക്ഷേ ഈ പറയുന്നത് പോലെ പാപികളെ ചേർത്ത് പിടിക്കണം, അവരുടെ പാപാവസ്ഥയിൽ നിന്നും അവർക്ക് വിടുതൽ കിട്ടുവാനുള്ള ഒരു പാസ്റ്റൽ കെയർ. അതാണ് പാസ്റ്റൽ കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ ആത്മരക്ഷയെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പാസ്റ്റൽ കെയർ. അതിൽ ഒരിക്കലും സഭ വീഴ്ച വരുത്തരുത്. കപ്പിൾ എന്ന രീതിയിൽ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പാസ്റ്റൽ കെയർ ഒരിക്കലും അതിന് ഒരു സഭ ഒരിക്കലും അതിന് ആ ഒരു ഉദ്യമം ഒരിക്കലും ആരംഭിക്കരുത്. കാരണം അത് വലിയ രീതിയിലുള്ള ഉതപ്പുകൾക്കും, നേരത്തെ ജോജി പറഞ്ഞതുപോലെ സഭയിൽ തിന്മയുടെ ഒരു സ്വാധീനം പ്രബലപ്പെടാനും സഭയുടെ ഒരു ആത്മീയ ശക്തി ചോർന്നു പോകാനും ഇടയാകാനുള്ള വളരെയധികം സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, സഭയുടെ ശിരസ് ക്രിസ്തുവാണ്. അപ്പോൾ സഭയിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കുറഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ സഭയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അകന്നു പോകുന്ന ഒരു പ്രവൃത്തികൾക്കും സഭ നിൽക്കാൻ പാടില്ല. അപ്പോൾ എന്താണ് സഭയുടെ ശരിയായ കടമ? സത്യവിശ്വാസം വ്യക്തമായി പഠിപ്പിക്കുക, അത് പ്രാക്ടീസ് ചെയ്യാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുക. അത് പ്രാക്ടീസ് ചെയ്യുന്നവരുടെ സഭ മൊത്തത്തിൽ ഒരു കൂദാശയായി ലോക ജനതയ്ക്കായി മാറുക. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡീവിയേഷൻ ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിക്കും സഭ പോകരുതെന്നുള്ളതാണ് എല്ലാ വിശ്വാസികളുടെ ആഗ്രഹം. നമുക്കറിയാം, പത്രോസ് ആകുന്ന പാറമേൽ പണിതുയർത്തപ്പെട്ടതാണ് കത്തോലിക്ക സഭ. അതിനെതിരെ നരക കവാടങ്ങൾ ഒരിക്കലും പ്രബലപ്പെടുകയില്ല എന്ന് തന്നെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ആശങ്കകൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി. മറ്റൊരു വിഷയത്തിൻ്റെ ഒരു വാസ്തവം അന്വേഷിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.